ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറിടലാണ്. അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വിളിമ്പിയുടെ ചോട്ടിലേക്ക് ഇങ്ങനെ വന്നേക്കുവാണ്. ഇപ്രാവശ്യം നിറച്ചും പൂത്തിരുന്നു കേട്ടോ വിളിമ്പി. പക്ഷേ അതിൽ പൂത്തത്രയൊന്നും കായായിട്ട് നമുക്ക് കിട്ടിയില്ല, കുറേ കൊഴിഞ്ഞു പോയി. എന്നാലും അത്യാവശ്യത്തിനുള്ള വിളിമ്പി നമുക്കിതാ കിട്ടിയിട്ടുണ്ട്. അധികം മൂത്തിട്ടില്ല, ഒരു ചല്ല് ടൈപ്പാണ്. അപ്പോൾ ഇതൊക്കെ പറിച്ചെടുത്തിട്ട് നമുക്കിന്ന് അച്ചാറുണ്ടാക്കാം. ഇങ്ങനെ പറിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുകയാണേ. എടുത്ത പാത്രം ചെറുതായിപ്പോയി, അതുകൊണ്ട് നമ്മളിതാ പാത്രം മാറ്റി വലിയ പാത്രം ആക്കിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ബിലിമ്പിയൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് ഇനിയിപ്പം വീട്ടിലേക്ക് പോയി വിളിമ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് അച്ചാറിടാം. നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഞെട്ടുപ്പൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു വിളിമ്പി 8 പീസായിട്ട് കട്ട് ചെയ്യുകയാണേ. നെടുകയും കുറുകയും വളർന്ന് സെൻറ്ററിലേക്കൂടെ കീറിക്കഴിഞ്ഞാൽ 4 പീസ്, 4 8 പീസാവും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം അച്ചാർ ഉണ്ടാക്കുന്നത്. സാധാരണ വട്ടത്തിൽ റൗണ്ടായിട്ടാണ് അരിയുന്നത്. അപ്പോൾ അത് കാണാനും പ്രത്യേക ഭംഗിയാണ്. ഇത് പിന്നെ ഒന്നാമത് സമയമില്ല, അതുകൊണ്ടാണ്. ഇത് അങ്ങനെ വട്ടത്തിലരിയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം അതിനായിട്ട് ചിലവാകും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഒന്ന് കുലുക്കി യോജിപ്പിച്ച് വയ്ക്കുകയാണ് കീറിയ വിളിമ്പിയിലേക്ക്. ഈ ഒരു കുഞ്ഞ് ഗ്യാപ്പിൽ ഓടിപ്പോയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷം. അങ്ങനെ ഇത് നമ്മൾ അച്ചാറുണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ഇതാ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നല്ലെണ്ണയ്ക്ക് എടുത്തു. നല്ലെണ്ണയ്ക്ക് ഒഴിച്ച് അച്ചാറുണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് മാത്രം. നമ്മളിതാ ചെറിയ ബോട്ടിലാണ് നല്ലെണ്ണ വാങ്ങിച്ചത്. ചെറിയ 2 ബോട്ടിലാണ് നല്ലെണ്ണ വാങ്ങിച്ചത്. അപ്പോൾ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഒഴിച്ചു. ഇനി ഒരു ബോട്ടിലിൻ്റെ ഒരു ഭാഗം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള എണ്ണയാവും. എണ്ണയൊക്കെ ഇത് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. പച്ചമുളക് റൗണ്ടായിട്ട് വേണമെങ്കിൽ അതിന് ചേർക്കാം, പക്ഷെ ഞാനിപ്പം ചേർക്കുന്നില്ലേ. ഇതങ്ങനെ സെറ്റായി കിട്ടിയ ഇതിനകത്തേക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിക്കകത്ത് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1.5 സ്പൂണ് സാധാരണ മുളക് പൊടിയും 3 സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കൂടുതൽ കാലത്തേക്ക് സ്റ്റോർ ചെയ്യാത്തതായതുകൊണ്ടാണ്. നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 വീക്ക്, ഒരാഴ്ച കൊണ്ട് ഇത് തീർക്കും. എൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അപ്പം പെട്ടെന്ന് തീരും. അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അച്ചാറിടലാണ്. നല്ല എന്താ പറയണ്ടേ, മസാലയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വന്നതിലേക്ക് നമ്മളിതാ നമ്മുടെ വിളിമ്പി തട്ടി കൊടുക്കുകയാണ്. വിളിമ്പിയൊക്കെ തട്ടിക്കൊടുത്തു. ഇനി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധത്തിൽ നമ്മളിതാ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അടിയിലൊക്കെ ഇല്ലെങ്കിൽ മസാല കട്ട കെട്ടിയ പോലെ ഉണ്ടാവും. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നമ്മളിതാ ഇങ്ങനെ ഇളക്കി മറച്ചെടുക്കുകയാണ്. ഉടഞ്ഞു പോകുന്ന വിധത്തിലല്ല കേട്ടോ മറച്ചെടുക്കുന്നത്, അല്ലാതെ തന്നെ മറച്ചെടുക്കുകയാണ്. അടിയിലൊക്കെ മസാല കട്ട കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ മറിച്ചെടുത്ത് കഴിഞ്ഞാൽ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടും. കണ്ടോ, അടിയിൽ നിന്നൊക്കെ മസാല കയറി വരുന്നത് കണ്ടോ. ഒന്നാമത് പാത്രം കുറച്ച് ചെറുതായിപ്പോയി,
അളവിൽ കൂടുതൽ വിരുമ്പിയെടുത്തു, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പം നല്ല അടിപൊളിയായിരിക്കും. ഈ ഒരു ഇതിനകത്തേക്ക് ഞാൻ കായം ഇടാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കായം ഏറ്റവും ലാസ്റ്റാണ് ചേർത്തേക്കുന്നത്. കായം ആദ്യം ചേർക്കേണ്ടതായിരുന്നു, മറന്നുപോയി. അതുകൊണ്ട് കായം ഏറ്റവും അവസാനമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. കായപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ അച്ചാർ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ എന്താ ഭംഗി. ഇതാണ് നമ്മുടെ അച്ചാർ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.